முன்னாடி இறங்கி கொஞ்சம் தூரம் ഹലോ ഗൈസ്, ട്രിവാൻഡ്രത്ത് നിന്ന് തെങ്കാശി എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോയിട്ട് വരാം എന്ന് നമുക്ക് നോക്കാം. തമ്പാനൂർ ബസ് ടെർമിനലിൽ നിന്ന് 9 മണിക്കാണ് ബസ് തിരിക്കുന്നത്. രണ്ടാൾക്ക് 296 രൂപയാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത്. ഒരാൾക്കാണെങ്കിൽ 148 രൂപയും. ഓരോ 1 മണിക്കൂർ ഇടവേളകളിലും തമ്പാനൂർ ടെർമിനലിൽ നിന്ന് തെങ്കാശിയിലോട്ട് ബസ് സർവീസ് ഉണ്ട്. കൃത്യസമയം അറിയാൻ KSRTC സൈറ്റ് പരിശോധിച്ചാൽ മതിയാകും. ഏകദേശം 3.25 മണിക്കൂർ നീണ്ടു നിൽക്കുന്നതാണ് ബസ് യാത്ര. പാലോട്, കുളത്തൂപ്പുഴ, തെന്മല, ആര്യങ്കാവ്, ചെങ്കോട്ടെ വഴിയാണ് ബസ് തെങ്കാശിയിൽ എത്തുന്നത്. കേരള അതിർത്തി കഴിഞ്ഞ് ചെങ്കോട്ടയിൽ എത്തുമ്പോൾ തന്നെ തെങ്കാശിയുടെ ഗ്രാമീണ ഭംഗി ബസ്സിന് 2 വശത്തുമായി കാണാൻ കഴിയും. പച്ചപ്പ് നിറഞ്ഞ നെൽപ്പാടങ്ങളും അഗസ്ത്യ മലനിരകളും പ്രകൃതി സുന്ദരമായ വിസ്മയം തീർക്കുന്ന സുന്ദര ഗ്രാമം. ഏകദേശം ഉച്ചയ്ക്ക് 12:50 ബസ് തെങ്കാശി ന്യൂ ബസ് സ്റ്റാൻഡിൽ എത്തി. അവിടെ നിന്ന് അടുത്ത ബസ് കയറി നേരെ സുന്ദരപാണ്ഡിപുരത്ത് സൂര്യകാന്തിപ്പാടം കാണാൻ. തമിഴ്നാട്ടിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ആയതുകൊണ്ട് തന്നെ ടിക്കറ്റിന് തുക ഒന്നും ആയില്ല. തെങ്കാശി ടൗണിൽ നിന്നും ഏകദേശം 9 കിലോമീറ്റർ ദൂരമാണ് സുന്ദരപാണ്ഡിപുരത്തേക്ക്. ഈ ഒരു ക്ഷേത്രത്തിന് മുൻപിലായിട്ടുള്ള സ്റ്റോപ്പിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഈ 2 കുട്ടികൾ സൂര്യകാന്തിപ്പാടത്തിലോട്ട് വഴി കാണിക്കാൻ നിന്നവരായിരുന്നു. റോഡിൽ നിന്ന് കുറച്ചുള്ളിലോട്ടാണ് പാടം. അങ്ങനെ സൂര്യകാന്തിപ്പാടത്തിലെത്തി. സുന്ദരപാണ്ഡിപുരത്ത് പൂക്കൾ കാണാനാണ് എത്തിയതെങ്കിലും അവിടെ പൂക്കളൊന്നും ഇല്ലായിരുന്നു. ഇത് അതിന് തൊട്ടു മുൻപുള്ള സ്ഥലമാണ്. ഓഗസ്റ്റ് മാസം അവസാനം വരെ പൂക്കളുണ്ടാകുമെന്നാണ് അവിടുത്തെ പ്രദേശവാസികൾ പറഞ്ഞത്. ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ് സൂര്യകാന്തി പൂക്കൾ പൂക്കുന്നത്. തെങ്കാശിയിൽ ഇതുപോലുള്ള ഒരുപാട് സൂര്യകാന്തി പാടങ്ങളുണ്ട്. തിരിച്ച് തെങ്കാശി ടൗണിലെത്തി മസാല ദോശയും നെയ്റോസ്റ്റും കഴിച്ചു. ഈ വീഡിയോയിൽ തെങ്കാശിയിലെ സൂര്യകാന്തിപ്പാടം മാത്രമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. തെങ്കാശി ടെമ്പിളും അന്യൻപാറയും തിരുമലൈ കോയിലും കുട്രാലവും ഒക്കെ തന്നെ ഉറപ്പായും തെങ്കാശിയിൽ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങൾ തന്നെയാണ്. 6 മണിക്കുള്ള ട്രിവാൻഡ്രം ബസ്സിൽ ഞങ്ങൾ തിരിച്ച് ട്രിവാൻഡ്രത്തോട്ട് യാത്രയായി.